നമസ്കാരം എല്ലാവർക്കും JBN ടെക് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും. കണ്ടോ, ഇവനാണ് ഇന്നത്തെ താരം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇവനാണ് ഇന്നത്തെ താരം. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് റോഡ് റോളറാണ്. അപ്പം ജസ്റ്റ് നമുക്ക് പിള്ളേർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടോയ് ഉണ്ടാക്കി കൊടുക്കാം ഇത് വെച്ച്. അപ്പം നിങ്ങൾ വീട്ടിൽ വെറുതെ നിൽക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ വീട്ടിൽ നിന്ന് നിൽക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പേടിയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതിന്. നമ്മളെ വീട്ടിലുള്ള പഴയ മൂടികളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണിത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായും ട്രൈ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇവനെ ഉണ്ടാക്കാൻ പഠിക്കാൻ മറക്കണ്ട. കണ്ടോ, ഇടയ്ക്ക് പൊന്തുന്നൊക്കെ ഉണ്ട്, ഇപ്പോൾ ചാടും. അപ്പം ഇതാണ് നമ്മുടെ സാധനം. കണ്ടോ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഇതിനാദ്യം വേണ്ടിയെന്ന് വെച്ചാൽ ഒരു മെഴുതിരി വേണം. കണ്ടോ, ഈ 2 രൂപ തന്നെ മേടിക്കണം, കട്ടില്ലാത്ത. പിന്നെ നമുക്ക് വേണ്ടിയത് 2 മൂടി, പിന്നെ വേണ്ടി 2 കോല്. അപ്പം നമ്മളെ കോലിമുട്ടയില്ലേ, വെളിപ്പോകും, അതിൻ്റെ കോലെടുത്തേക്കണേ. പിന്നെ നമുക്ക് വേണ്ടി ഒരു മുട്ടുസൂചിയിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ 2 ഈർക്കിൽ വേണം, 1 മതി. അത് നമുക്ക് അവസാനം ഒരു ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. പിന്നെ ഒരു നൈഫ് കത്തി വേണം. പിന്നെ ഡബ്ബർ വേണം. ഡബ്ബർ ഇത്രയും വേണ്ട, ഒരു 1 മതി നമുക്ക് ഡബ്ബർ. ഓക്കെ, അപ്പം ഈ ഡബ്ബറിൻ്റെ പാക്കിന് 10 രൂപയുള്ളൂ. നല്ലൊരു ഡബ്ബർ തന്നെയാണ്. അപ്പോൾ കുറേ ഡബ്ബറൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൽ തന്നെ. പിന്നെ നമുക്കൊരു ആണി വേണം. ആണി എന്തിനാ പറഞ്ഞാൽ നമുക്ക് ഇതിന് 2 ഹോള് ഇടണം. കേട്ടോ, ഇവിടെ നമ്മൾ ഒരു ഹോൾ കുത്തണം, അതേപോലെ ഇതിൻ്റെയും കറക്റ്റായിട്ട് ഇവിടെ ഒരു ഹോൾ കുത്തണം. അപ്പം നമുക്കിനി ഇതിന് ഒരു ഹോൾ കുത്തിയിട്ട് വരാം. ഓക്കെ, നമുക്ക് ഹോൾ കുത്തിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഹോളാണ് നമ്മൾ ചെയ്ത് കണ്ടോ. അങ്ങനെ ഒരു ഹോള് ചെയ്തേക്കാം. ഇതേപോലെ ഇത് 2നും വേണം അങ്ങനെ ഒരു ഹോള്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഡബ്ബർ ബാൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാലാണ്. കണ്ടോ, ഇത് കറക്റ്റാവണം. അങ്ങനെ ഹോള് കറക്റ്റായില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡബ്ബർ കറക്റ്റാക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിൽ മെഴുതിരിൻ്റെ പുട്ട് വേണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയ കട്ടില്ലാത്ത രീതിയിൽ ഇത്ര രീതിയിലൊക്കെ നമുക്കൊരു മെഴുതിരിൻ്റെ തോന്നും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. എന്താ കാരണം വെച്ചാൽ മുറിഞ്ഞു പോകുമ്പോൾ ഒരു ഇതായി മുറിഞ്ഞു പോകും. ഉണ്ടോ, ഇങ്ങനെ മുറിയാൻ പാടില്ല. കണ്ടോ, ഇതിപ്പോൾ ഹാഫായിട്ടാണ് മുറിഞ്ഞ്. ഫോക്കസായി കാണിച്ചു തരാം ഗൈസ്. ഇത് ഇങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടും. ഇങ്ങനെ പൊട്ടാൻ പാടില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, കണ്ടോ, ഇതുപോലെ നമ്മൾ മെഴുതിരി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ ഒരു ഹോളും കൊടുക്കണം. ഈ ഹോൾ ഉണ്ടാക്കാൻ ഭയങ്കര ഗതികേട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ നൂല് കളയണം, കുറച്ചണം. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഹോൾ കിട്ടും. ഉണ്ടോ, കുറച്ച് റിസ്ക് എടുക്കണമെന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഇതിൽ കുറേ എടുത്താണ് ഇങ്ങനെ ആയത്. കേട്ടോ, ഈ രൂപത്തിലായി വലിയ മെഴുതിരി. അപ്പോൾ ഈ നൂലെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാം. നിങ്ങൾ കാണുന്നില്ലേ, ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡബ്ബർ ബാൻഡ് എടുക്കണം. എടുത്തതിന് ശേഷം ഞാൻ ഫോക്കസ് ആക്കട്ടെ. എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇടണം. അപ്പോൾ ഇത് ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം ഈ മെഴുതിരി അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്യുക. കണ്ടോ, ഈ മെഴുതിരിയാണ് ഈ ഇടയ്ക്ക് വെക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, വെളിച്ചം അവിടെ നിന്ന് വന്നുകൊണ്ട്. കണ്ടോ, അപ്പോൾ ഇതേപോലെ പിന്നെ ഇവിടെ നമ്മൾ ആ കോല് വെക്കുക, കോൽമുട്ട അതിൻ്റെ കോല് വെക്കുക. പിന്നെ ഡബ്ബർ ബാൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ശേഷം ഇതിവിടെ വന്ന്. അപ്പോൾ ഇനി കാട്ടിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് വലിച്ചു പിടിക്കുക. ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഇടണം. ഇനി ഇതിൻ്റെ ഉള്ളിലിടാൻ കുറച്ച് ഗതികേടാണ്. അപ്പം അതുകൂടിയാണ് ഇട്ടിട്ട് ബാക്കി നിങ്ങൾക്ക് കാണിച്ചത് ഗൈസ്. അപ്പോൾ കണ്ടോ, ഈ ലെവലിൽ കിട്ടി. ഇനി നമ്മളിതാ ഡബ്ബർ ബാൻഡ് ഇവിടെ ഉണ്ട്. ഡബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടുന്ന് ഇതിനെ നമുക്ക് ഈർക്കടി ഞാൻ പറഞ്ഞിരുന്നത് ഒരു ചെറിയ പൊട്ടെടുക്കും. ഓക്കെ, ഇത്ര വലുപ്പമൊന്നും വേണ്ട, ഒന്നുകൂടി ചെറിയ വലുപ്പത്തിൽ വേണം. അപ്പോൾ ഞാനത് കറക്റ്റാക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ ഇതിന് വേണ്ടി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഗൈസ്, ഇപ്പോൾ ഇതിവിടെ തടഞ്ഞു നിൽക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് കുറച്ച് കട്ടി കൂട്ടി ടൈറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒന്നിങ്ങനെ പിരിക്കുക. ശേഷം ഇതെടുത്താണ്ട് ഈർക്കളി ഉള്ളിലാക്കിയാണ് ഇങ്ങനെ വെച്ചെടുക്കാം. സോറി, ഇതിങ്ങനെ ക്യാമറയിലായിട്ട് കാണിച്ചു തരുമ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ട് ചെയ്യാൻ.
അപ്പോൾ എന്താ കണ്ടോ. അപ്പോൾ നമ്മളെ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കണ്ടോ, ഈ സാധനം പിടിച്ച് ഇതാണ് നമ്മളെ വണ്ടീൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മളിതാ വേണമെങ്കിൽ ഒരു സെലോ ടൈപ്പ് ഇട്ട് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ നമുക്കിത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്മൂത്തിലായിട്ട് പോകും നമ്മുടെ വണ്ടി. പിന്നെ ഇതാ ഇങ്ങനെ കറക്കി കൊടുക്കാം കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ അറിയാൻ കഴിയും കണ്ടോ. കണ്ടോ കറങ്ങാണ്. അപ്പം അവിടെ റിയാക്ഷൻ അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനി വിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോകും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ വെച്ചാൽ തരാം. സോറി, ഇത് ഡബ്ബർ ബാൻഡ് ടൈറ്റ് ആക്കണമെന്ന്. അപ്പോൾ ഇതാ ഫുൾ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇവിടെ വെച്ചാൽ തരാം കേട്ടോ ഗൈസ്. നല്ല ഇത് മൂവ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെല്ലെ മൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ടൈറ്റിങ് ഒന്നും കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ ഡബ്ബർ ബാൻഡ് എക്സ്ട്രാ ഒന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇവിടെ ടൈറ്റ് ആക്കണം. അപ്പം ഓക്കെ, ഈ ലെവലിൽ ഞാൻ നാക്കി നോക്കട്ടെ. ഹലോ, ഈ കറങ്ങുന്നുണ്ടോ? ഒരു ക്ലോക്ക് ഡയറക്ഷൻ വഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കണ്ടോ ഗൈസ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ മൂവ്മെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുണ്ടാക്കിയ സാധനം കണ്ടതിന് അടിപൊളിയല്ലേ? അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ വീഡിയോസ് വേണ്ടിയെന്ന് ജസ്റ്റ് കമൻറ്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇനി ഇതിനെക്കാട്ടി നല്ല മികച്ച അടുത്തൊരു വീഡിയോ കാണുന്നവരായിട്ട് ടേക്ക് കെയർ. ബബ്ബായി പറയുന്നതിന് മുന്നേ റോഡ് റോളർ അതിനോട് നിൽക്കുകയാണ്. സോറി, സ്റ്റോപ്പായിട്ടുണ്ട്. ഇതങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടില്ലേ? അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കളിക്കണം. ഓക്കെ, അപ്പം അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരായിട്ട് ടേക്ക് കെയർ. ബൈ.